ഇസ്തിഗാസ എന്ന അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിനും പടപ്പുകളോട് ചോദിക്കുന്നതിനും പറയും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞാൽ എന്തായാലും പടപ്പുകളോട് ചോദിക്കുന്നത് തന്നെ. അള്ളാഹുവിനോട് ശുപാർശ പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുക എന്ന ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞാൽ ഷഫാഅത്തിനെ ചോദിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറയുക, അതാണ് ഇസ്തിഷ്ഫാ. ഇങ്ങനെയായിരുന്നു പൂർവികർ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ തെറ്റിദ്ധാരണക്ക് വഴിയില്ല. അതാ കുറച്ചുകൂടി നല്ല പ്രയോഗം. മറ്റേ തെറ്റെന്നല്ല, ഖുർആനിൽ രണ്ടിനും ഉപയോഗിച്ചിട്ടുണ്ട്. പടപ്പുകളോട് സഹായം ചോദിച്ചതിനും ഉപയോഗിച്ചു, പടച്ചവനോട് സഹായം ചോദിക്കാനും ഉപയോഗിച്ചു, രണ്ടിനും ഉപയോഗിക്കുന്നു. അതേ സമയത്ത് ഇസ്തിഷ്ഫാ എന്നത് പടപ്പുകൾ പടച്ചവനോട് സഹായം ചോദിക്കുന്നത് ഇസ്തിഷ്ഫാ എന്ന് ചോദിക്കുക. കാരണം അള്ളാഹിനോട് പിന്നെ ഒരു ഇസ്തിഷ്ഫാന്റെ ആവശ്യമില്ല, അള്ളാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കുമ്പോൾ. അതേ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന്റെ പുറമെ മഹാന്മാരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിനാണ് ഇസ്തിഷ്ഫാ എന്ന് പറയുന്നത്. അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക, അത് ഇസ്തിഷ്ഫാ. അതിനെന്താ ആർക്കും ചെയ്തൂടെ? ഏതൊരു മൂമിനായ മനുഷ്യനും മറ്റൊരു മൂമിനായ മനുഷ്യനോട് ദുആ എടുക്കാൻ ചോദിച്ചൂടെ? അതിലാർക്കും തർക്കമില്ല. പിന്നെണ്ട് തർക്കം, അതാ മരിച്ചവരോട് പറ്റുമോ? അതപ്പോ മൂമിനികൾക്കൊന്നും തർക്കമില്ല. ഈ നേരത്തെ പറഞ്ഞ തീവ്രവാദികൾക്ക് അതിലൊരു തർക്കമുണ്ട്. എന്നാലും അത് പരമാവധി പോയാൽ ഒരു ദ്വാരക്കൂലാന്ന് തന്നെ വെച്ചോളി, നമ്മൾ ചോദിച്ച പോലെ കേൾക്കൂലെന്നും വെച്ചോളി. വാദത്തിന് വേണ്ടി അങ്ങനെ വെക്കുക. മരണപ്പെട്ടു പോയവരോട് നമ്മൾ ഇസ്തിഷ്ഫാ ചെയ്തു, അതായത് നമുക്ക് വേണ്ടി നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവരത് കേട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തൂല്ല. എന്നാലും ഇപ്പൊ അവിടെ കുഫ്രിയത്തും ശിർക്കൊന്നും വരൂല. എന്നാലും ഇപ്പൊ അവിടെ കുഫ്രിയത്തും ശിർക്കൊന്നും വരൂല. എനിക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ പ്രയോഗം കുറെ കൂടി ഭംഗിയായ പ്രയോഗം അതാണ്. തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെ, തത്വം വ്യത്യാസമൊന്നുമില്ല. രണ്ടായാലും ഒരു പക്ഷേ കസ്ബ് ചെയ്യാൻ, അതല്ലെങ്കിൽ ദുആ ചെയ്യാൻ. ദുആ ചെയ്താൽ ഒരു പക്ഷേ അവരുടെ കസ്ബ് തന്നെ ഉണ്ടാവും, അതല്ലെങ്കിൽ അള്ളാഹു തആല നേരിട്ട് ഇജാബത്ത് ചെയ്യും. ഈ ഇസ്തിഷ്ഫാ ആണ് സംഗതി നടക്കുന്നത്. പല വിഷയത്തിലും ഒരേ പ്രയോഗം രണ്ടർത്ഥത്തിന് ഉപയോഗിച്ചതായി കാണാം. അങ്ങനെ വന്നിടത്തൊക്കെ നമ്മൾ ഒറ്റ വാക്കിൽ മനസ്സിലാക്കുക, അള്ളാഹുവിലേക്ക് പ്രയോഗിക്കുമ്പോൾ ഖൽഖ് ഈജാദ്, അങ്ങനെയാണ് പണ്ഡിതന്മാരെ അതിനെ പരിചയപ്പെടുത്തി. ഖൽഖ് ഈജാദ്, ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കുക, സൃഷ്ടിക്കുക എന്നർത്ഥമാണ് അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ. പടപ്പുകളിലേക്ക് ചേർക്കുമ്പോൾ കസ്ബ് സബബ് എന്നതാണ്. ഇവർ സബ് ആവുന്നു, ഇവർ കസ്ബ് ചെയ്യുന്നു. രണ്ടുകൂടി വേണമെന്നില്ല, കസ്ബ് സബബ് ഈ രണ്ടാലൊരർത്ഥേ വരൂ. പടപ്പുകളിലേക്ക് ചേർക്കുമ്പോൾ ഇതിന്റെ സബബാണ് ആ പടപ്പ് എന്നും, അല്ലെങ്കിൽ ഈ പടപ്പ് അത് കസ്ബ് ചെയ്യുന്നു എന്നും രണ്ടാലൊരർത്ഥം. കസ്ബ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് കസ്ബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഒരു കാര്യം ഇവിടെ നിന്ന് ഒരു സാധനം എടുത്തിട്ട് അപ്പുറം വെക്കുന്നു. അതിനിപ്പോ നമ്മൾക്ക് അള്ളാഹു തആല തന്ന കഴിവ് കൊണ്ട് നമ്മൾ ആ സാധനം പോയിട്ട് എടുത്തു, കൊണ്ടുവന്ന് പുറത്തു വെച്ചു. അള്ളാഹുവാണ് അത് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നീക്കിയത് എന്നതാണ് സത്യം. പക്ഷേ നമ്മൾ അതിൽ കസ്ബ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന കഴിവുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി ഇതിനെ പ്രവർത്തിച്ചു. അപ്പൊ ഈ പ്രവർത്തനം അള്ളാഹു തന്ന കഴിവുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വേണ്ടുക എന്ന ഉദ്ദേശം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നമ്മൾ അത് ചെയ്തപ്പോൾ നമ്മൾ കസ്ബ് ചെയ്തു എന്ന് പറയും. അപ്പൊ ചിലയിൽ കസ്ബ് ഉണ്ടാവും, ചിലയിൽ വെറും സബബായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാര്യം അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു, അവിടെ അദ്ദേഹത്തിന്റെ സബബാണ്. ഈ ദുആ കാരണമായിട്ടാണ് നമ്മൾ ആ കാര്യം സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിക്ക് എന്ത് ചെയ്തു? സന്താനത്തെ നൽകാൻ വേണ്ടിയിട്ട് വന്നു എന്നിട്ട് എന്ത് ചെയ്തു? ഊതുക എന്ന് പറയുന്നത് അവിടെയും തന്നെ രണ്ട് പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. ഒരു നഫഖ്നാ ഫീ മിർ റൂഹിനാ എന്ന് പറഞ്ഞേ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഊതിയത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു നമ്മൾ ഊതി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അവിടെയും തന്നെ ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ സംഗതി സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അതിന് സബബും കസ്ബും ആരിൽ നിന്നിട്ടാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്നിട്ടാണ്. പറയാറുണ്ടോന്ന് ചോദിച്ചാൽ പറയാം, അവരത് ചെയ്യുന്നുണ്ട്. അത് തകരാറൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അതും ഇത്രയേ ഉള്ളൂ, അവര് സബബാകാനാണ്. ഒരുപക്ഷെ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കും, അതല്ലെങ്കിൽ അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുമതി കൊടുത്തിട്ട് അവർക്ക് അള്ളാഹു തആല കൊടുത്ത കഴിവുകൊണ്ട് അവർ സഹായിക്കും. രണ്ടും ചെയ്യാം. ആ രണ്ടും അവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ബദറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ചു, അവർ കസ്ബ് കൊണ്ട് തന്നെ സഹായിച്ചു. ആയുധമെടുത്ത് ശത്രുക്കളോട് പൊരുതി.
എന്നിട്ട് അള്ളാഹു തആല എന്ത് പറഞ്ഞു? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊരു സഹായം ഉണ്ടായിട്ടില്ല. സഹായം അള്ളാഹുവിൽ നിന്നാ. പക്ഷേ മലക്കുകൾ എന്തായി? മലക്കുകൾ ഇറങ്ങി, മലക്കുകൾ സഹായിച്ചു. എങ്ങനെ? അവർ കസ്ബായിട്ട് ആയുധമെടുത്ത് പൊരുതിക്കൊണ്ട് തന്നെ സഹായിച്ചു. അങ്ങനെ സഹായിക്കാം. ഇത് മാത്രമല്ല, ഏത് മൂമിനും വരും എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. വ്യക്തമായി ഖുർആൻ പറയാണ്. മരിക്കുന്ന സമയത്ത് വന്നിട്ട് പറയാന്നല്ല, നഹ്നു ഔലിയാഉകും, മലക്കുകളാവുന്ന ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. ഫിൽ ഹയാത്തി ദുനിയാ, ദുന്യവിയായ ജീവിതത്തിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. വഫിൽ ആഖിറ, പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ് എന്ന് മലക്കുകൾ തന്നെ വ്യക്തമായി പറയുന്നതായി ഖുർആൻ ശരീഫാണ് പറയുന്നത്. അതുകൊണ്ട് അവരും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഏത് സഹായം വേണമെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി വേണം. അള്ളാഹു കഴിവ് കൊടുക്കുകയും വേണം. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മലക്കുകൾ സഹായിക്കും. സാലിഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ സാലിഹ്യങ്ങൾ എല്ലാവരും പെടുന്നുള്ളതാണ് ഇമാം തബരിന്റെ അഭിപ്രായം. ചില ആളുകൾ പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖുമാണ്, അവരുമായി പെട്ടു. അതേ സമയത്ത് എല്ലാ അംബിയാ മുർസലീങ്ങളുമാണ് എന്നാണ് ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞത്. പക്ഷേ ഇമാം തബരി ലാസ്റ്റ് പറഞ്ഞതൊക്കെ ശരിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സ്വാലിഹുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാണ്. അംബിയാ മുർസലീങ്ങൾ സ്വാലിഹുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാണ്. പ്രത്യേക ഒരു കാറ്റഗറി തിരിച്ചെടുക്കാതെ ഒറ്റൊന്ന് മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾ ആരൊക്കെ ഉണ്ടോ, നബി പെട്ട്, സിദ്ദീഖ് പെട്ട്, ശുഹദാ പെട്ട്, ഔലിയാക്കൾ പെട്ട്, എല്ലാവരും തന്നെ സഹായികളാണ്. ഇനി ഇത് വേറെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു, മറ്റേ ഹാമീം സൂറത്തുകളിൽപ്പെട്ടൊരു സൂറത്തിലാണ് പറഞ്ഞ്. ഏത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. അവിടെ നിർത്തരുത്. പിന്നെ പറയുന്നത് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയവിയായ ജീവിതത്തിലും ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. വഫിൽ ആഖിറ, ആഖിറത്തിലും നിങ്ങളുടെ സഹായികളാണ് ഞങ്ങൾ. ഇപ്പോഴും അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പല നിലക്കുള്ള സഹായങ്ങളും. അർശിനെ വഹിക്കുന്ന മലക്കുകളാണ് ഏറ്റവും മുന്തിയ മലക്കുകൾ. മലഉല്ലായില എന്ന് പറയുന്ന അവരാ. അർശിനെ തവാഫ് ചെയ്യുന്നവരും അർശിനെ വഹിക്കുന്ന മലക്കുകളാ. അല്ലദീന ഹമലുൽ അർശ വമൻ ഹൗലഹു, ഖുർആൻ പറയാം. അർശിനെ ചുമക്കുന്നവരും അർശിനെ ചുറ്റും തവാഫ് ചെയ്യുന്നവരുമായ മലഉല്ലായിലയാവുന്ന മലായിക്കത്ത് യൂമിനൂന ബിഹി, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു. അഭിനെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും അള്ളാഹു തആല പറയാം, ഈമാന എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് വെച്ചാൻ വേണ്ടിയിട്ടാ. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള സത്യവിശ്വാസികൾക്ക് വേണ്ടി അവർ പൊറുക്കൽ തേടിക്കൊണ്ടേയിരിക്കുന്നു. ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته. ഇനിയിപ്പോൾ അതിൽ പെടാത്ത എന്താ? അർശിനെ ചുമക്കുന്നവരും അർശിനെ തവാഫ് ചെയ്യുന്നവരും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി, നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാര്യ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദുനിയാവിലും ആഖിറത്തിലും രക്ഷയ്ക്ക് വേണ്ടി, ദോഷം പൊറുക്കാൻ വേണ്ടി, സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി, നരകത്തിന് രക്ഷിക്കാം. അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനല്ലേ വലിയ സഹായം. നാളെ പരലോകത്ത് വരുമ്പോൾ ഷഫാഅത്ത് ചെയ്യുന്നവർ ഷഫഅൻ നബിയൂൻ വശഫഅൽ മുഅ്മിനൂൻ വശഫഅൽ മലായിക വലം യബ്ഖ ഇല്ലാ അർഹമർ റഹീമീൻ. മലക്കുകൾ ഒരുപാട് ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്തു. അല്ലാഹ് പറയാ, ഒരുപാട് ആളുകൾക്ക് മലായികത്ത് ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി. കുറെ ആളുകൾക്ക് നബിമാർ ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി. കുറെ ആളുകൾക്ക് മുഅ്മിനീങ്ങൾ ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി. ഇനി അർഹമർ റഹീമായ റബ്ബേ ഉള്ളൂ, ഇനി വേറെ ആരും ഷഫാഅത്ത് ചെയ്യാൻ ബാക്കിയില്ല. ഷഫാഅത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഷഫാഅത്ത് ചെയ്ത് കഴിഞ്ഞു. വലം യബ്ഖ ഇല്ലാ അർഹമർ റഹീമീൻ. ഫയഖ്ബദു ഖബ്ളതൻ മിൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ജനവ്യൂഹത്തെ തന്നെ മറ്റാരുടെയും ഷഫാഅത്ത് ഇല്ലാതെ അവസാനം രക്ഷപ്പെടുത്തും. അപ്പൊ നോക്കിയാൽ ദുനിയാവിലും അവരുടെ സഹായം, ആഖിറത്തിലും അവരുടെ സഹായം നിരന്തരമുണ്ട്. പിന്നെ അതൊന്ന് ചോദിച്ചാൽ അപ്പോത്തിന് ജാതി എന്ന് പുറത്തു പോകുന്ന പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. എല്ലാ നിറന്റെയും മാലിക് അല്ലാഹ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരാളോട് ചോദിച്ചുകൊണ്ട് എവിടെ പോകാനാ കൂട്ടരെ? മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കേൾപ്പിക്കാൻ കഴിയൂല. അപ്പൊ പച്ചാലിയാളത്തിലും അങ്ങനെ തന്നെയല്ലേ പറയാം. എന്ന് പറഞ്ഞാൽ
മുമ്പ് വിശ്വസിക്കാത്ത ആള് ഇനി വിശ്വസിക്കാൻ കഴിയില്ല. മുമ്പ് സ്വാലിഹായ അമൽ ചെയ്യാത്ത ആൾക്ക് ഇനി സ്വാലിഹായ അമൽ ചെയ്യാൻ കഴിയൂല. ഓൻ പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറയുന്ന അർത്ഥാണ്. എന്താ ഖുർആനിൽ അങ്ങനെ പലയിടത്തും പറഞ്ഞു, അവിടെ ഒക്കെ അതന്നെ അർത്ഥം. ഓൻ പറഞ്ഞാൽ കേൾക്കൂല. ചില മക്കളുണ്ടാവും നന്ദാർക്ക് തല തിരിഞ്ഞ ജാതി, നേരം വെളുത്ത അന്ത്യാവോളം പറഞ്ഞിട്ട് അറിയില്ല, ഓന് ചവിടേക്കൂല. എന്നാ പിന്നെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. അവന്റെ ചവിട്ടിനൊരു മാണെങ്കിൽ ഒരു ചെറിയ മൈനർ ശസ്ത്രക്രിയ നടത്തിയ അവൻ ചവിടേട്ടുള്ളൂ. അതല്ല വട്ടാവൻ പറഞ്ഞ അനുസരിക്കൂലെന്നാ അതിന് പറയണ അർത്ഥം, ചവിടേക്കൂലെന്ന് തന്നെ ആ അർത്ഥം അവിടെ പറഞ്ഞത്. ഇത് ഞാൻ തമാശക്ക് പറയല്ല, അതാണ് മുഫസ്സിരീങ്ങൾ എല്ലാവരും പറഞ്ഞ അർത്ഥം. അഥവാ സമാ ഖബൂലിൻ. ഇനി അത് ഫലപ്രദമായി സ്വീകാര്യമായ കേൾവി കേൾക്കാൻ കഴിയില്ല. കാരണം കാഫറായ മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഖബറിങ്ങ പോയിട്ട് പറഞ്ഞാൽ ഇനി രണ്ടാമത് ഈമാൻ കൊള്ളാൻ കഴിയില്ല, അതിന്റെ കാലം കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ മുമ്പ് നിസ്കരിക്കാത്തവനും നോമ്പ് നോൽക്കാത്തവനും കള്ളുടിച്ചവനും പൊണ്ണുപിടിച്ചവനും ഇനി പോയി പറഞ്ഞിട്ട് അതിനൊന്ന് തൗബ ചെയ്ത് മടങ്ങാൻ ഇനി സാധ്യമല്ല. അപ്പൊ അവന് പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഫലപ്രദമല്ല. ഏതുപോലെ ഇവർക്ക് ഫലപ്രദമല്ലാത്തതുപോലെയാണ് ഈ അമുക്കുകളോട് ഇഞ്ഞ് പറഞ്ഞിട്ട് അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് പോലെ അള്ളാഹു തആല ഞാൻ ഈമാൻ കൊള്ളുകയില്ല എന്ന് അള്ളാഹു തആല നേരത്തെ ഖളാ ചെയ്ത ചില ആളുകളുണ്ട്. അവരെ പറ്റിയാ പറഞ്ഞു, എല്ലാ കാഫറിനെ പറ്റിയല്ല. ചില കാഫറുകളോട് പറഞ്ഞാൽ മരിച്ചോലോട് പറയും പോലെ എന്ന് പറഞ്ഞാൽ ഒരു എത്ര കേട്ടിട്ടും കാര്യമില്ല, അത് ഓലതിന്റെ ഉള്ളിൽ കടക്കൂല, ഫലം ചെയ്യൂല എന്നാ പറഞ്ഞത്. ഇവരും കേൾക്കുന്നുണ്ട്, മറ്റോരും കേൾക്കുന്നുണ്ട്. അവിടെ രസം ഇപ്പറഞ്ഞ കാഫിരീങ്ങൾ ഓല് കേൾക്കുന്നുണ്ടല്ലോ, രണ്ട് ചോട്ടിന് ഓൽക്കൊരു കേടുമില്ല, ഓൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഫലപ്രദമല്ല. ഏതുപോലെ ഖബറിൽ കിടക്കുന്നവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ഫലപ്രദമല്ലാത്തതുപോലെ. അവൻ കേൾക്കാത്ത പോലെ ബനും കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ബനും ചൂടോട്ടനാ മറ്റോനും ചൂടോട്ടനാന്ന് പറയണ്ടേ. ഇവനും ചൂട് കേൾക്കുന്നുണ്ട്, മറ്റോനും കേൾക്കുന്നുണ്ട്. പക്ഷേ ഖബറിൽ കിടക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഈമാൻ കൊള്ളാനോ സ്വാലിഹ അമൽ ചെയ്യാനോ കഴിയാത്തതുപോലെ ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈമാൻ കൊള്ളാനോ സ്വാലിഹ അമൽ ചെയ്യാനോ കഴിയില്ല. അപ്പോ സമാ ഖബൂലിൻ എന്നാണ് അതിന്റെ അർത്ഥം. തീരെ ചൂട് വെക്കൂല എന്നുള്ളതല്ല, ഫലപ്രദമായി അത് കേട്ടാൽ ഉത്തരം ചെയ്യാൻ പറ്റുന്ന നിലക്ക്, അതനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റുന്ന നിലക്ക്. അത് നാടൻ ശൈലിയാണ് ഉപയോഗിച്ച ഖുർആൻ മാത്രം. അങ്ങനെയൊക്കെ വെക്കാതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വെക്ക, അങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ട്. അങ്ങോട്ടൊന്നും വളച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നേർക്കിനങ്ങനെയാണ് വെച്ചോളി. ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ആളുകളെ ഫലപ്രദമായ നിലക്ക് കേൾപ്പിക്കാൻ, കേട്ടനുസരിപ്പിക്കാൻ സമിഅല്ലാഹു ലിമൻ ഹമിദ 5 അത്തരും പറയുന്ന പൊന്നു ചങ്ങായിമാരെ, ആ അർത്ഥം വെച്ചു നോക്കി കൂടെ നിങ്ങൾക്ക്. എന്തിനാ ഈ വാശി പിടിച്ചിട്ട് ബലങ്ങനെ തന്നെ പോണെന്ന്? 5 അത്തലും സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാൽ അള്ളാഹു കേൾക്കട്ടെ എന്നല്ലല്ലോ അതിനർത്ഥം. അള്ളാഹു കേട്ട് ഉത്തരം ചെയ്യട്ടെ എന്നാ അല്ലേ? സമിഅല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് അള്ളാഹു തആല കേട്ട് ഉത്തരം ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ഹംദ് അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ് എന്ന ദുആയിൽ ഏറ്റവും മുന്തിയ ദുആ അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാഹുവിനെ സ്തുതിച്ചവന്റെ ദുആ അള്ളാഹു തആല ഉത്തരം ചെയ്യട്ടെ എന്നാ. അവിടെ സമിയാന്നല്ലേ പറഞ്ഞു. എന്നതുപോലെ തന്നെ ലാ തുസ്മിഉ പറഞ്ഞാൽ നിങ്ങൾ കേൾപ്പിക്കൂല, ഇങ്ങനെ പറഞ്ഞ അർത്ഥമുണ്ട്. ഏത് അള്ളാഹ് കേൾപ്പിക്കുന്നു നിങ്ങൾ കേൾപ്പിക്കൂല എന്ന്, അങ്ങനെ ഒരു അർത്ഥം. ആ അർത്ഥത്തിന് തെറ്റില്ല. പക്ഷെ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് നാടൻ ശൈലിയിൽ അള്ളാഹു തആല പറഞ്ഞ ഓ പറഞ്ഞാൽ കേൾക്കൂല.